ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്. പിന്നെ ഞാൻ ഡ്രൈവിങ്ങിലാണ്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് വീടിന് കുറച്ച് അകലെയുള്ള അപ്പൊ റൈഡില്ല. അപ്പൊ ഞാൻ വണ്ടി ഇവിടെ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വീഡിയോ പിടിക്കാം, കാരണം വീഡിയോ ഇടണല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാത്തിനൊന്നും മറുപടി പെട്ടെന്ന് തരാം. എല്ലാത്തിനും ഞാൻ മറുപടി എന്ന് പറഞ്ഞാൽ ആൻസർ തരും. അപ്പൊ എത്ര പെട്ടെന്ന് തരാൻ പറ്റില്ലെങ്കിൽ സമയം എടുത്തായാലും ഇൻഷാ അല്ലാ ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരാൻ പരമാവധി ശ്രമിക്കും. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചതിൽ ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് എന്ത് എതിർപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാനൊരു ഇന്ത്യക്കാരിയാണല്ലോ, പുള്ളിക്കാരൻ അമേരിക്കൻ ആളുമാണല്ലോ. അപ്പൊ അവർക്കൊന്നും എതിർപ്പില്ലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഹസ്ബൻഡിന് ആരൊക്കെയാണ് അമേരിക്കയിലുള്ളത്. അങ്ങനെ അതിന് രണ്ടിനുള്ള മറുപടി ഇന്ന് ഞാൻ തരാം. അതായത് എന്നെ കല്യാണം കുവൈറ്റിൽ നിന്നായിരുന്നല്ലോ. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് മോമിനെ മാത്രമേ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇവര് നമ്മളെ പോലെ കൂടപ്പുറപ്പുകളായിട്ട് അങ്ങനെ അധികം അടുപ്പൊന്നും ഉണ്ടാവില്ല. അഥവാ കാണാൻ പോകണമെങ്കിൽ തന്നെ നമ്മൾ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഇപ്പൊ അടുത്ത ആഴ്ച കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മള് വിളിച്ചിട്ട് ചോദിക്കണം, ഞങ്ങൾ വരണുണ്ട്, കുഴപ്പമുണ്ടോ, നിങ്ങളവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കണം. അത് ചോദിച്ചിട്ട് തന്നെ നമ്മൾ പോയാൽ തന്നെ നമ്മൾ വീട്ടിൽ അകത്തേക്ക് കയറ്റി ഇരുത്തുവോ, അത് നമ്മളെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ വരുമ്പോലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി എല്ലാവരും കൂടെ പറയും, ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയും, ഇന്ന ഹോട്ടലിന്റെ പേര് പറയും. അങ്ങനെയാണ് ഇവിടെ ഫാമിലി, ബ്രദർ, സിസ്റ്റർ, മോമിയൊക്കെ അങ്ങനെയാണ്. അല്ലാതെ വീട്ടിലുകളില് അപൂർവം ഉണ്ടാകും. പക്ഷെ ഒരുവിധം 90% ആൾക്കാരും പുറത്തുനിന്നാണ് മീറ്റ് ചെയ്യുക, പുറത്തുനിന്നാണ് ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഡിന്നർ കഴിക്കുക, ലഞ്ച് കഴിക്കാനൊക്കെ ഇവർ ഒരുമിച്ച് മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ പോയി അങ്ങനെയാണ് ഇവിടെ ഇവർ കാണാറ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഇവിടുത്തെ മോമിന്റെ മദറിൻലോ പുള്ളിക്കാരത്തിനെ മാത്രമായിരുന്നു പുള്ളി അന്ന് കോണ്ടാക്ട് ചെയ്യാറുള്ളൂ കുവൈറ്റിലായിരുന്ന സമയത്ത്. ആ സമയത്ത് മോമിയോട് പറഞ്ഞപ്പോ മോമിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡിന് ഞാൻ പുള്ളിനെ കാണുമ്പോൾ പുള്ളിക്ക് 51 വയസ്സാണുള്ളത്. എന്നെ കല്യാണം കഴിക്കുമ്പോഴാണ് പുള്ളിക്ക് 54 വയസ്സോളം ആയിട്ടുണ്ട്. 54 എന്റെ വിശ്വാസം. അപ്പൊ അന്നേരം പുള്ളിക്കാരൻ മോമിയോട് പറഞ്ഞപ്പോ മോമിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാനുള്ള യോഗം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, ഇത്ര നാളും കല്യാണം കഴിക്കാതെ നടന്നതല്ലേ. അങ്ങനെ ഭയങ്കര സന്തോഷമായി. അന്നേരം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല, കുറച്ച് 1-2 വാക്കുകൾ പറയുള്ളൂ ആ സമയത്ത് ഞാൻ. അന്നേരം മോമി എന്നെ വിളിക്കാറുണ്ടായിരുന്നു, ഹായ്, ഹൗ ആർ യു സൽമാ എന്നൊക്കെ ചോദിക്കും, ഫൈൻ എന്നൊക്കെ പറയും. അത്ര തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ ഒരു മോളെ പോലെ തന്നെയാണ് മോമി കണ്ടിരിക്കുന്നത്. ആ മോമിയുടെ ഒറ്റ ഇതും കൊണ്ടാണ് എത്രയും പെട്ടെന്ന് വിസ ശരിയാക്കി ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നതും എല്ലാം. മോമിക്ക് എന്നെ മക്കളെയും കാണുന്നുള്ള നിർബന്ധം കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊരു മഞ്ഞുകാലത്ത് എന്ന് പറഞ്ഞാൽ സ്നോ ആയിരുന്നു, ഭയങ്കര സ്നോ ആയിരുന്നു ഞങ്ങൾ വരുന്ന ടൈമില്. അപ്പൊ ഏട്ടനും അനിയത്തെയും കൂടിയാണ് വിളിക്കാൻ എയർപോർട്ടിൽ വന്നത്. അവര് ഞങ്ങൾക്ക് ചായക്കാറ്റൊക്കെ മേടിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടാ വന്നത്. കാരണം തണുപ്പല്ലേ, ഭയങ്കര തണുപ്പല്ലായിരുന്നു. അപ്പൊ അവരൊക്കെ എന്നെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അത് മാത്രമല്ല, ഞാൻ വെറു ചെറു പ്രായവും മക്കളായാലും നല്ല സുന്ദരന്മാരും 2 മക്കള്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. അനിയനിക്ക് ഏട്ടനിക്ക് പെങ്ങളുടെ ഏട്ടന്റെ അനിയൻ, അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങള് പുറത്തൊക്കെ പോകും ഒരുമിച്ച്. അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, 2017 നമ്മുടെ വീട് കത്തിപ്പോയി. അപ്പൊ ആ 2017, 2018 ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര അടുപ്പായിരുന്നു. അപ്പൊ വീട് കത്തിപ്പോയപ്പോ ആ ഫോട്ടോസും എല്ലാം, കമ്പ്യൂട്ടറൊക്കെ കത്തിപ്പോയപ്പോ അങ്ങനെ എല്ലാം പോയതാണ്. അപ്പൊ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം ഈ വീഡിയോയില്. അങ്ങനെ
ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞത്. പിന്നെ 2018 ഞങ്ങളുടെ മൈ മദറിലോ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനും പെങ്ങളും എൻ്റെ ഹസ്ബൻഡും വിളിയും സംസാരവും ഞാൻ പോകാറില്ല. ഞാൻ ഈ ഡ്യൂട്ടിയിലായിരിക്കും മിക്കവാറും. ഞാൻ 5 ദിവസം 6 ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പോകാറില്ല. മക്കളെയും കൊണ്ട് പോകാറുണ്ട്. അവര് പുറത്ത് പോയി ഫുഡ് കഴിക്കും. പിന്നെ ഡിന്നറിനൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ പോകും. എന്നെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വിളിക്കാറും അന്വേഷിക്കാറൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ അധികം അവരൊരു കാര്യത്തിനും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അവരെന്ത് കാര്യത്തിനും വിളിച്ചാലും ഓടിയെത്തുന്നു എനിക്കറിയാം. പക്ഷെ ഞാൻ അവരെ ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിന് ഒരു ഏട്ടനും ഒരു പെങ്ങളും ഒരു മോമിയായിരുന്നുള്ളത്. മോമി മരണപ്പെട്ടു. ഇപ്പൊ ഏട്ടനുണ്ട്. ഏട്ടന്റെ വൈഫ്, ഏട്ടന്റെ പിള്ളേര് എല്ലാം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ പെങ്ങൾക്കൊരു മോനുണ്ട്. പെങ്ങളും അടുത്താണ് താമസിക്കുന്നത്. പക്ഷെ പെങ്ങൾ എപ്പോഴൊന്നും വിളിക്കാറില്ല. പക്ഷെ ഏട്ടൻ എല്ലാ ദിവസവും ജയജയനെ നിർബന്ധമായിട്ടും വിളിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ആ മക്കളില്ല. ഞങ്ങളുടെ ഫാമിലിയിലേക്ക്, എൻ്റെ ഹസ്ബൻഡിലേക്ക് ഫാമിലിയിലേക്ക് ഉള്ള ഒരു ആന്തരിയാണ് നമ്മുടെ ജയജെ. അപ്പൊ ജയജൂട്ടനെ എന്തായാലും 1-2 പുള്ളി വിളിക്കും. എന്നെ വിളിച്ച് ഞാൻ ഫോണൊന്നും എടുക്കാറില്ല. എനിക്ക് ചമ്മലാണ്. എന്നാലും ഇടയ്ക്കൊക്കെ എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കും. പിന്നെ പുള്ളിക്കാരന്റെ വൈഫിനെ ഞാൻ വിളിക്കാറുണ്ട്. പുള്ളിക്കാരത്തി എന്നെയും വിളിക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. പിന്നെ ഞങ്ങള് ഒന്നിനും ഞാൻ ചോദിക്കാറില്ല. ഒരു ഹെൽപ്പ് അവരോടൊന്നും ഞാൻ ചോദിക്കാറില്ല. എനിക്ക് മടിയാണ്. എനിക്ക് സ്വതവേ ചെറുപ്പം മുതലേ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എൻ്റെ വീട്ടുകാരോടായാലും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക്. ഞാൻ അങ്ങോട്ട് സഹായിക്കും ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് സഹായം ചോദിക്കുന്നതിന് ഒരു മടിയുള്ള ആളാണ് ഞാൻ. എൻ്റെ പുള്ളിക്ക് ഏട്ടനക്ക് അറിയാലോ എനിക്ക് സമയമില്ല, ഞാൻ ഡ്യൂട്ടിയിലൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജയചൂട്ടനെ എല്ലാ ആഴ്ചയിലും വന്ന് പുറത്ത് കൊണ്ടുപോകും. ബാബാസ് അങ്ങനെ പോകാറില്ല. ബാബാസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകാറുള്ളൂ. ബാബാസിന് അത്ര ഇഷ്ടമൊന്നുമല്ല അങ്ങനെ അവരുടെ കൂടെ പോണത്. കാരണം പുള്ളിയുടെ കൂടെ പോകുമ്പോൾ പുള്ളി ഇങ്ങനെ ഡാഡിയുടെ കാര്യം, പണ്ടത്തെ കാര്യങ്ങള്, ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കഥ പറയും. അപ്പൊ ബാബാസിന് ഭയങ്കര വിഷമാണ് കേൾക്കുമ്പോ. ഡാഡിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ജയജയ്ക്ക് ഫീൽ ചെയ്യും. പക്ഷെ ജയജയ്ക്ക് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ പുള്ളി സ്നേഹിക്കുന്നത് ജയജനെ. പിന്നെ ജയജനെ വന്ന് കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും, പിന്നെ പാർക്കിൽ കൊണ്ടുപോകും, ഫിഷിങ്ങിന് കൊണ്ടുപോകും. എവിടെയാ പോണ്ടേന്ന് ജയജനെ വിളിച്ച് ഒരാഴ്ച മുമ്പ് വിളിച്ച് ചോദിക്കും. ജയജയ് അറിയോ, ഓക്കെ ആണോ, പോകാം, നമുക്ക് ഇന്ന കാര്യത്തിന് പോകണം, നിനക്ക് എന്തിനാണ് താല്പര്യം പോകാമെന്ന് ചോദിക്കുമ്പോ ജയജയ് ഇന്ന കാര്യത്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിള് വന്ന് കൂട്ടി കൊണ്ടുപോകും. എന്നിട്ട് രാവിലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുവിടും. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ഇവിടെ അങ്കിളിന്റെ വീട്ടിൽ പോയി താമസം അങ്ങനെയൊന്നുമില്ല. മറ്റുള്ള വീട്ടിലൊന്നും പോയി നിൽക്കാൻ കുഞ്ഞു മക്കളെ, 18 വയസ്സ് കഴിയാത്ത മക്കളെ മറ്റുള്ള ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഫാമിലി മെമ്പേഴ്സിന്റെ വീട്ടിലൊന്നും നിൽക്കാൻ വിടാൻ പാടില്ല. നിൽക്കാൻ വിട്ടാൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം നമ്മള്. അങ്ങനത്തെ നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും പോയി നിന്നിട്ടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എവിടെയും കൊണ്ടുപോയി അങ്ങനെ നിർത്തുമൊന്നുമില്ല. ഏട്ടനെ അനിയന്റെ വീട്, അങ്കിളുടെ വീട്, ആന്റിയുടെ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അമേരിക്കയിൽ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എത്രയാണ് 2 ചോദ്യത്തിനുള്ള ഉത്തരം. പിന്നെ 3-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്ക വന്നത് ഞാൻ പറഞ്ഞു ഒരു സ്നോ ടൈമിലാണ് ഞാൻ വരുന്നത്. സ്നോ ടൈമിൽ വന്ന് ഏട്ടനും പെങ്ങളും മോമി എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ ഒരു കാര്യം, അവളെ പഠിപ്പിക്കാൻ വിടണമെന്നാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തു, എന്നെ പഠിപ്പിക്കാൻ വിട്ടു. എല്ലാവരുടെയും സംശയം എന്താണ് എനിക്ക് ജോലി, ഞാൻ ഡ്രൈവറാണോ അതോ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ. ഞാൻ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഊബറും ലിഫ്റ്റും ഞാൻ ഓടിക്കുന്നുണ്ട്. അത് പാർട്ട് ടൈം, നമുക്ക് ഇച്ചിരി കൂടെ പൈസ നമ്മുടെ കയ്യിൽ എപ്പോഴും, നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് വീട്ടിലേക്കായാലും ഒരാള് ഒരു ബുദ്ധിമുട്ട് കണ്ടാലും നമുക്കൊരു 10 രൂപ കൊടുക്കണം വെച്ചാൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എക്സ്ട്രാ ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. എന്റെ റിയൽ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്റെ ജോലി. അന്നേരം ഞാൻ പറഞ്ഞു വന്നത് ഏട്ടനും
പെങ്ങളും മോമിയും കൂടെ പറഞ്ഞു സൽമേനെ നിർബന്ധമായിട്ടും പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞ് ഞാനൊരു 2 മാസമാകുമ്പോഴത്തേക്കും എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇവിടെ ഒരു ക്ലാക്കമസ് കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിലാണ് കിട്ടിയത്. ഫേമസ് കോളേജാണ്. അപ്പൊ അവിടെ കിട്ടി. അവിടെ പഠിക്കാൻ പോയി. ആദ്യം ഇംഗ്ലീഷ് കോഴ്സിനാണ് ചേർന്നത്. അവിടുന്ന് ഒരു 6 മാസം ഇംഗ്ലീഷ് പഠിച്ചു. അത് കഴിഞ്ഞ് അന്നേരമൊക്കെ ഈ മക്കള് ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ കാരണം അത് അല്ല, മലയാളം പറയാത്തതിന്റെ കാരണം അത് തന്നെയാണ്. ഞാൻ മക്കളെടുത്തിരുന്നിട്ടില്ല. അപ്പൊ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ CNA എടുത്തു. CNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഡിക്കേഷൻ മാത്രം കൊടുക്കാൻ, ഇൻസുലിൻ മെഡിക്കേഷൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടി CNA എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നഴ്സിങ്ങിന് ചേർന്ന് നഴ്സിംഗ് പഠിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ VA ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ വേറെന്താ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക, നമുക്ക് അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ കിട്ടില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്മ മാത്രമേ പുള്ളിയുടെ ലൈഫിൽ പുള്ളി ചെയ്തിട്ടുള്ളൂ. ഒരു തിന്മ ചെയ്തതായിട്ട് പുള്ളിയുടെ വീട്ടുകാർ പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ ഒന്നും ഒരു അറിവുമില്ല. അത്രയ്ക്ക് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ കുവൈറ്റിലായിരുന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ കൂടെ പോയപ്പോൾ തന്നെ എൻ്റെ കൂടെ ഈ ഖദ്ദാമ വിസയ്ക്കൊക്കെ വർക്കിന് വന്ന 3-4 ഫിലിപ്പീനി ഇന്തോനേഷ്യൻ ലേഡീസിനെ അവർക്ക് വിസയുടെ പൈസ കൊടുത്തിട്ട്, കഫീലിന് പൈസ കൊടുത്തിട്ട് അവരെയൊക്കെ രക്ഷിച്ച് വേറെ ജോലിക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സഹതാപമുള്ള ഒരാളായിരുന്നു. അമേരിക്കക്കാർക്കൊക്കെ ഭയങ്കര സഹതാപമുള്ള ആൾക്കാരാട്ടോ. ഭയങ്കര ഹെൽപ്പാണ്, സഹതാപമാണ്, അങ്ങനെയൊക്കെയാണ്. അതങ്ങനെ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളാണത്. പിന്നെ ഇപ്പോഴും എൻ്റെ പെങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, സൽമാൻ എന്ത് സുഖമായിരിക്കുന്നോ, മക്കള് സുഖമായിരിക്കുന്നോ. മക്കളെ ഒന്നും അങ്ങനെ വിളിക്കാറില്ല, എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ, മടിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. ഏട്ടന് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ അധികം സംസാരിക്കാറില്ല, എനിക്ക് ചമ്മലാണ്. പിന്നെ എന്താ പറഞ്ഞു തന്നത്, അങ്ങനെയൊക്കെയാണ് അമേരിക്കയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അത്രയൊക്കെ തന്നെയാണ് ആ സമയത്ത്. അപ്പൊ പഠിക്കാൻ പോയി. ഇപ്പൊ ഞാൻ ആദ്യം ഡ്രൈവിങ്ങിനൊന്നും പോകണുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രൈവിങ്ങിന് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് മരിച്ച പിന്നെയാണ് ഡ്രൈവിങ് തുടങ്ങിയത്. ആദ്യം ഞാൻ ഒരുപാട് ഓവർ ടൈം എടുക്കുമായിരുന്നു. ഓവർ ടൈം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 16 മണിക്കൂറാണ് ഓവർ ടൈം. 8 മണിക്കൂർ നമ്മുടെ നോർമൽ ഷിഫ്റ്റും പിന്നെ 8 മണിക്കൂർ എക്സ്ട്രാ ഷിഫ്റ്റ്. 8 മണിക്കൂർ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുമ്പോൾ ഓവർ ടൈം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ടൈം അങ്ങനെയായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ മക്കളെടുത്ത് ഒട്ടും ടൈം ഉണ്ടാവാറില്ല അങ്ങനെ എടുത്തു കഴിയുമ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഡ്രൈവിങ് തുടങ്ങാം. പിന്നെ അങ്ങനെയാണ് ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങിയത് ഞാൻ. അങ്ങനെ ഡ്രൈവിങ്ങിന് ഇറങ്ങി. ഇപ്പൊ നമുക്ക് എപ്പോ വേണേലും ഓഫ്ലൈനിൽ പോകാം. പിന്നെ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വേണ്ടാന്ന് തോന്നിയാൽ അന്നേരം തന്നെ ഓഫ്ലൈനിൽ പോകാം. ഇത് നമ്മുടെ സ്വന്തം ജോബാണ്. ഇതൊന്നും ആരും പ്രശ്നമുള്ള കാര്യമല്ല. ഇതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ടൈം എന്നൊന്നുമില്ല. ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഓൺലൈനിൽ പോകാം, ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ഓഫ്ലൈനിൽ പോകാം. അങ്ങനെയാണ് ഡ്രൈവിങ്. പിന്നെ ഷിഫ്റ്റ് എടുക്കാത്തതിന്റെ കാരണം ഇപ്പൊ ആദ്യത്തെ പോലെയല്ല. ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICU സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ മെന്റൽ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് വയലന്റ് ഒക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഓവർ ഷിഫ്റ്റ് പരമാവധി എടുക്കാറില്ല, കഷ്ടപ്പാട് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, മെന്റൽ സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോ അവർക്ക് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വയലന്റ് ആകും. നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അവരോട് അങ്ങോട്ട് പറയണമെന്ന് അന്നേരം കേൾക്കില്ല. അപ്പൊ 5-10 ആൾക്കാർ പിടിച്ചു വെച്ചവരെ കിട്ടില്ല. പിന്നെ അപ്പൊ തന്നെ ആൾക്കാർ, സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് പേടിക്കേണ്ട സമയത്ത് പേടിക്കണ്ടേ. നമ്മളെ ചിലപ്പോ ഓടിച്ചിട്ടൊക്കെ തല്ലും ആൾക്കാര്. അപ്പൊ ഇന്നുവരെ എനിക്ക് തല്ലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ അങ്ങനെയാണ് എല്ലാരോടും പെരുമാറാറ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഓവർ ടൈം എടുക്കാറില്ല. ഓവർ ടൈം ഇടയ്ക്ക് എടുക്കാറുണ്ട് കേട്ടോ, അങ്ങനെ എടുക്കാറില്ല എന്നല്ല. ശരിക്കും പിന്നെ മാസാവസാനം എല്ലാ മാസം ഫസ്റ്റ് ആകുമ്പോഴാണ് ഇവിടെ ബില്ലുകൾ വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഓവർ ടൈം എടുക്കാറുണ്ട്.
എപ്പോഴൊന്നും എടുക്കാറില്ല. ഇപ്പൊ ആദ്യം ഞാൻ എപ്പോഴും ഓവർ ടൈം എടുക്കുമായിരുന്നു. ഓവർ ടൈം എടുത്തൊന്ന് ഞാൻ പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡിന്റെ അടുത്തൊന്നും ഞാൻ ടൈം വരെ സ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത് വീട് മേടിക്കുന്നുള്ള ഒരു സ്വപ്നമായിരുന്നു, രണ്ടാമത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അന്നേരം ഞാൻ വന്ന സമയത്ത് എനിക്ക് സാലറിയും കുറവായിരുന്നു, ഫസ്റ്റ് കയറിയതല്ലേ ജോലിക്ക്. ഇപ്പൊ അൽഹംദുലില്ലാ ശമ്പളമൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നു. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ പണി ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതാ എത്ര പണക്കാർക്കും എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ചെറിയ ബിസിനസ് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ അതിന്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ അത് പിടിച്ചു നിൽക്കുന്നത്. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണം. ഈ കാര്യത്തിന്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഓവർ ടൈമും ഈ ഡ്രൈവിംഗ് ഒക്കെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞതാണ്, ഒരു കുടുംബത്തിന്റെ ചുമതലെങ്കിലും തലേന്നൊഴിഞ്ഞാൽ അത്ര കഷ്ടപ്പാട് കുറയുള്ളൂ. അതുകൊണ്ടാണ് ആ കട ഇടാൻ തന്നെ കാരണം ഞാന്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. പിന്നെ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വാപ്പിച്ചിയുടെ കാര്യം പറയാട്ടോ. അടുത്ത വീഡിയോയില് വാപ്പിച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റോറിയാണ്. അത് ഇപ്പൊ ലോങ് സ്റ്റോറി ആയിരിക്കും. അത് നിങ്ങൾക്ക് മുഷിപ്പിക്കുമെന്ന് അറിയില്ല. അങ്ങനെ 2-3 പാർട്ടായിട്ട് ഇടാൻ നോക്കാം. ഞാൻ അത്രയ്ക്ക് വലിയ ഇതാണ് വാപ്പിച്ചിയുടെ. ഞാൻ ഇപ്പൊ വാപ്പിച്ചിയുടെ മക്കളെ വിളിക്കാറില്ല. വാപ്പിച്ചിയുടെ മക്കളെ എന്ന് പറഞ്ഞാൽ എന്റെ ആങ്ങളേനെ ഒന്നും ഞാൻ ഇപ്പൊ വിളിക്കാറില്ല. അന്നൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. 2-3 ദിവസം ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ വിളിക്കാറില്ല. പിന്നെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ വിളിക്കാത്തത്. അപ്പൊ ഞാന് വീണ്ടും വരാം. ഇപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യങ്ങൾക്ക് എന്റെ ഉത്തരവൊന്നും ശരിയാവണില്ലെന്ന് എനിക്കറിയാം. ഈ വണ്ടിയിലിരുന്ന് ടെൻഷൻ അടിച്ച് ഇപ്പൊ റൈഡ് വരുമോ എന്നുള്ള പ്രതീക്ഷയൊക്കെ കൂടെ ഒക്കെ ഇരിക്കണോണ്ട് തന്നെ പകുതി കാര്യങ്ങൾ പറയാൻ വിട്ടുപോകുന്നുണ്ട്. പകുതി കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തേലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്താ പറയാ, ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട്, കൂടപ്പിറപ്പാണല്ലോ നമ്മളെല്ലാവരും, കൂടപ്പിറപ്പുകളാണല്ലോ. കൂടപ്പിറപ്പിനേക്കാളെ കണ്ട് എല്ലാം ക്ഷമിക്കുക. പിന്നെ സമയം കിട്ടുമ്പോ ഒരുപാട് ആൾക്കാർ ഹോം ടൂർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോം ടൂർ ഇടാം. അതിന് വീഡിയോ പിടിക്കാനൊന്നും എങ്ങനെയാ പിടിക്കണ്ടേന്ന് എവിടെയാ പിടിക്കണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ മക്കളോട് ചോദിച്ചാൽ മക്കള് ജയജയുടെ നോട്ടം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുക. എന്റെ ലൈഫിലുള്ള ഇനി അങ്ങോട്ട് ഉള്ളതും ഇതുവരെ കഴിഞ്ഞതും ഒരേ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയണതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഇന്നും ഉണ്ടാവണം കേട്ടോ. ഓക്കെ, എന്നാൽ എനിക്ക് ഇന്ന് റൈഡ് ഇതുവരെ വന്നിട്ടില്ല. ഇനി വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാം. പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കണില്ല. അപ്പൊ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.